Hi friends, welcome back to our channel English World. Today let's discuss the poem Sunrise on the Hills by H.W. Longfellow. Before starting the poem, let's discuss the details of the writer. H.W. Longfellow 1807-1882 was an influential American poet, translator, and professor at Howard University. During his lifetime, Longfellow was considered the best of all American poets, and his work was widely translated and published in various other languages. The poem Sunrise on the Hills presents the experience of the poet as he watches the sunrise amidst the hills. 1807-നും 1882-നും ഇടയിൽ 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വളരെ പ്രശസ്തനായ ഒരു അമേരിക്കൻ പോയറ്റാണ് H.W. ലോങ്ഫെല്ലോ. അദ്ദേഹം ട്രാൻസ്ലേറ്ററായിരുന്നു, ഹവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഹി വാസ് കൺസിഡർഡ് ആസ് ദ ബെസ്റ്റ് ഓഫ് ഓൾ അമേരിക്കൻ പോയറ്റ്സ്. അമേരിക്കൻ പോയറ്റ്സിലെ ഏറ്റവും പ്രമുഖനായിട്ടാണ് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. And his works were widely translated and published in various other languages. മറ്റെല്ലാ ഭാഷകളിലേക്കും പല ഭാഷകളിലേക്കും അദ്ദേഹത്തിൻ്റെ വർക്ക്സിനെ തർജ്ജമ ചെയ്തിട്ടുണ്ട്. The poem Sunrise on the Hills presents the experience of the poet as he watches the sun rise amidst the hills. കുന്നുകൾക്കിടയിലൂടെ ഉള്ള സൂര്യോദയം, ആ ഒരു കാഴ്ചയാണ് അദ്ദേഹം ഈ കവിതയിലൂടെ നമുക്ക് പകർന്നു തരുന്നത്. പ്രകൃതിയുടെ ആ മനോഹരമായ കാഴ്ച. Sunrise on the Hills. I stood upon the hills when heaven's wide arch was glorious with the sun's returning march, and woods were brightened and soft gales bent forth to kiss the sun-clad vales. I stood upon the hills. Now the poet is standing upon the hills. കുന്നിൻ മുകളിലാണ് നമ്മുടെ കവി ഇപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഒരു കാഴ്ച കാണുകയാണ്. അതായത് ഒരു സൂര്യോദയം, ഒരു ദിവസത്തെ ഒരു സൂര്യോദയം അദ്ദേഹം അവിടെ ഇരുന്ന് ആസ്വദിക്കുകയാണ്. കുന്നിൻ മുകളിൽ കയറിക്കൊണ്ട് അദ്ദേഹം ആസ്വദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്വർഗ കവാടം തുറന്ന് ഒരു രാജകുമാരനെ പോലെ നമ്മുടെ സൂര്യൻ വരുന്നതിനെയാണ് ഇവിടെ സൂര്യൻ്റെ വരവിനെയാണ് ഇവിടെ അദ്ദേഹം വർണ്ണിക്കുന്നത്. Was glorious with the sun's returning march, and woods were brightened, and soft gales went forth to kiss the sun-clad vales. അപ്പോൾ സൺലൈറ്റുമായിട്ട് നമ്മുടെ സൂര്യപ്രകാശം കൊണ്ട് കവേർഡായിട്ടുള്ള ആവൃതമായിട്ടുള്ള ആ താഴ്വാരത്തിൻ്റെ ഭംഗിയാണ് ഈ കവിതകളിലൂടെ കവി നമുക്ക് വർണ്ണിച്ചു തരുന്നത്. മരങ്ങളെല്ലാം വളരെ ഭംഗിയായി വളരെ ശോഭിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സോഫ്റ്റ് ഗെയിൽസ്, മന്ദമാരുതൻ വന്നിട്ട് ആ സൂര്യപ്രകാശം കൊണ്ട് ആവൃതമായിട്ടുള്ള ആ താഴ്വാരത്തെ ചുംബിക്കാൻ വേണ്ടി വരുന്നതായിട്ടുള്ള ആ മനോഹരമായ ആ കാഴ്ചയാണ് നമുക്കിവിടെ വർണ്ണിച്ചു തരുന്നത്. The clouds were far beneath me, baked in light. They gathered midway round the wooded height, and in their fading glory shone like horse in battle overthrown. Now the poet is describing the clouds. The clouds were far beneath me. എൻ്റെ എത്രയോ താഴെ ആയിരുന്നു ഈ മേഘങ്ങളെല്ലാം. കാരണം നമ്മുടെ പോയറ്റ് വളരെ ഉയരത്തിലാണ് കയറി നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മേഘങ്ങളെല്ലാം താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. ബേക്ഡ് ഇൻ ലൈറ്റ്, സൂര്യപ്രകാശത്തിലെല്ലാം മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന മേഘങ്ങൾ. ആൻഡ് ദ ഗാദേർഡ് മിഡ്വേ റൗണ്ട് ദ വുഡൻ ഹൈറ്റ്, മരങ്ങളിലെല്ലാം തട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഇൻ ദെയർ ഫേഡിങ് ഗ്ലോറി, അപ്പോൾ എന്താണ്, മേഘങ്ങളൊക്കെ ഫെയ്ഡാവാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ തട്ടുന്ന സമയത്ത് മേഘങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, മഞ്ഞൊക്കെ ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഷോൺ ലൈക്ക് ഹോഴ്സ് ഇൻ ബാറ്റിൽ ഓവർത്രോൺ, അതായത് യുദ്ധത്തിൽ പരിക്ക് പറ്റി പരാജിതരായി കിടക്കുന്ന
യുദ്ധ പടക്കളത്തിലെ പടയാളികളെ പോലെ അവ ചിന്നിച്ചിതറി കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. As many a pinnacle with a shifting glance, through the grey mist thrust up its shattered lance, and rocking on the cliff was left the dark pine blasted bare and cleft. ത്രൂ ദ ആസ് മെനി എ പിനാക്കിൾ. അപ്പോൾ അവിടെയുള്ള കുന്നിൻ്റെ അതായത് പർവ്വത ശിഖരങ്ങളിലെല്ലാം ദ ഷിഫ്റ്റിംഗ് ഗ്ലാൻസ് ത്രൂ ദ ഗ്രേ മിസ്റ്റ് ത്രസ്റ്റ് അപ്പ് ഇറ്റ്സ് ഷാറ്റേർഡ് ലാൻസ്. പർവ്വതത്തിൻ്റെ കുന്നിൻ ടോപ്പ് ഭാഗങ്ങളിലെല്ലാം എന്ത് മഞ്ഞ് തട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. സൂര്യൻ്റെ വെയിൽ തട്ടിയിട്ട് അവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഫെയ്ഡാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ മഞ്ഞ് ഇങ്ങനെ മാറുന്ന സമയത്ത് അവിടെ എല്ലാം അതിൻ്റെ ടോപ്പ് ഭാഗങ്ങൾ, ഓരോ കുന്നിൻ്റെയും ടോപ്പ് ഭാഗങ്ങളാണ് കാണാൻ തുടങ്ങുന്നത്. ആൻഡ് റോക്കിംഗ് ഓൺ ദ ക്ലിഫ് വാസ് ലെഫ്റ്റ് ദ ഡാർക്ക് പൈൻ ബ്ലാസ്റ്റഡ് ബയർ ആൻഡ് ക്ലെഫ്റ്റ്. ആ മഞ്ഞെല്ലാം മാറിയ സമയത്ത് അവിടെ ആകെ കാണാനുണ്ടായിരുന്നത് അവിടെ ഒരു പൈൻ മരം. ആ പൈൻ മരമായിരുന്നു. ആ പൈൻ മരത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇലയെല്ലാം പൊഴിഞ്ഞിരിക്കുന്നു, നശിക്കാറായി നിൽക്കുന്ന ഒരു പൈൻ മരത്തെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. The veil of cloud was lifted, and below glowed the rich valley, and the river's flow was darkened by the forest shade, or glistened in the white cascade, where upward in the mellow blush of day the noisy bittern wheeled his spiral way. The veil എന്ന് പറഞ്ഞാൽ മാസ്ക്, കവറിങ്. The veil of cloud was lifted. അപ്പോൾ അവിടെ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, മേഘങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവ മാറി. ആൻഡ് ബിലോ, താഴേക്ക് നോക്കുന്ന സമയത്തുള്ള അതിമനോഹരമായ കാഴ്ചയാണ് പറയുന്നത്. ഗ്ലോഡ് ദ റിച്ച് വാലി, ഗ്ലോഡ് ദ റിച്ച് വാലി, അതിമനോഹരമായ ആ താഴ്വാരം നന്നായി തിളങ്ങുന്നുണ്ടായിരുന്നു. ആൻഡ് ദ റിവേഴ്സ് ഫ്ലോ, താഴെ ഒരു പുഴ ഒഴുകുന്നുണ്ടായിരുന്നു. ആ പുഴയുടെ ഒഴുക്കിനെയാണ് ഇവിടെ പറയുന്നത്. ദ റിവേഴ്സ് ഫ്ലോ വാസ് ഡാർക്കൻഡ് ബൈ ദ ഫോഴ്സ് ഷെയ്ഡ്, നല്ല തിക്കായിട്ടുള്ള കാട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാടിൻ്റെ തണൽ അല്ലെങ്കിൽ ആ കാടിൻ്റെ ഷെയ്ഡ് തട്ടിയിട്ട് എന്തുണ്ട്, ആ പുഴയെല്ലാം ഡാർക്കൻഡ് ആയിട്ടാണ് കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓർ ഗ്ലിസൻഡ് ഇൻ ദ വൈറ്റ് കാസ്കേഡ്. കാസ്കേഡ് മീൻസ് സ്മോൾ വാട്ടർഫോൾ. അപ്പോൾ അവിടെ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ പുഴ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഭംഗിയുള്ളതായി മാറിയിട്ടുണ്ടായിരുന്നു ചില സമയങ്ങളിൽ. അപ്പോൾ അത് സ്മോൾ വാട്ടർഫോൾസിൻ്റെ ഒക്കെ അടുത്തുകൂടെ പോകുന്ന സമയത്ത് വേർ അപ്വാർഡ് ഇൻ ദ മെലോ ബ്ലഷ് ഓഫ് ഡേ, അങ്ങനെ ആ ഒരു അതിമനോഹരമായ ആ ഒരു പ്രഭാതത്തിൽ ദ നോയ്സി ബിറ്റേൺ വീൽഡ് ഹിസ് സ്പൈറൽ വേ. ആ നോയ്സി ബിറ്റേൺ അവിടുത്തെ ഒരു ബേർഡാണ്, ഒരു പക്ഷിയാണ്. ആ പക്ഷി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, സ്പൈറൽ വേയിൽ റൗണ്ട് ഷേപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, മേലോട്ട് പറന്ന് ഉയരുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രഭാതമാകുമ്പോൾ നമുക്കറിയാം കിളികളെല്ലാം, പ്രകൃതി ഉണർന്നു വരുന്ന സമയം, എല്ലാവരും, ലോകം തന്നെ, ഭൂമി തന്നെ ഉണരുന്ന സമയമാണല്ലോ. അപ്പോൾ പക്ഷികളെല്ലാം കൂടുവിട്ട് ഭക്ഷണം തേടിയൊക്കെ പോവാനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് ഈ നോയ്സി, ഈ ബിറ്റേൺ എന്ന് പറയുന്ന ആ ബേർഡ് എന്ത് ചെയ്തു, മുകളിലേക്ക് പറന്ന് റൗണ്ട് ഷേപ്പിൽ പറന്ന് ഉയർന്നു പോയി.